റീബർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി നെഗറ്റീവ് ഫോഴ്സസിനെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസിനെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം എന്നൊരു വീഡിയോ ആണ് ചെയ്തത്. അപ്പൊ ഇത്തവണയും ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമുള്ള എന്നാൽ കുറച്ച് മോട്ടിവേഷനൊക്കെ തരാൻ പറ്റുന്ന രീതിയിലൊരു വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്നു അല്ലെ? സ്ഥിരമായിട്ട് വീടുകളിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പ്രശ്നമുണ്ടാകാം, ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നമുണ്ടാകാം, അമ്മയും മോളും തമ്മിൽ പ്രശ്നമുണ്ടാകാം. ഇങ്ങനെ എന്തുകൊണ്ടാണ് പണ്ടുള്ളതിനെ അപേക്ഷിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ പ്രശ്നങ്ങളുടെ റിയാക്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതും എന്തുകൊണ്ടാണ്? നമുക്കതിനെ കുറിച്ച് കുറച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലെ? അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ പെട്ടെന്ന് വഴക്കുണ്ടാകുന്നു. കരുതിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പിന്നീട് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നാവിൽ നിന്ന് വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥ അല്ലെ? വഴക്ക് നടന്നതിന് ശേഷം അതിനെ ഓർത്ത് കൂടുതൽ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. എന്താണ്? എന്നെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം, എന്നെ ആരെങ്കിലുമൊക്കെ ബഹുമാനിക്കണം, എനിക്ക് കിട്ടേണ്ടിയ ഫുൾ റെസ്പെക്റ്റ് എനിക്ക് കിട്ടണം. ഇത്തരത്തിലുള്ള വാശിയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ വേദനയ്ക്ക് കാരണവും ഇത് തന്നെയാണ്. കാരണം എന്താണ്? വഴക്കുണ്ടായതിനു ശേഷം ആ വ്യക്തി എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ആ വ്യക്തി എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വിഷമിക്കുകയും ചിലരാണെങ്കിൽ ഒരു 10 പേരോട് പറയുകയും ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരാശ്വാസമാണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. കാരണം ഇത് നിങ്ങൾ ക്ഷണിച്ചു വരുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളാണ് ഈ പ്രശ്നങ്ങളുടെ വാഹകര്. നെഗറ്റീവ് ഫോഴ്സസിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാര് പുറത്തുനിന്ന് ആരും തന്നെയല്ല. കുറെ അധികം വർഷങ്ങൾക്ക് മുന്നേ ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ നല്ലതെന്ന് പറയണം, ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കും തോറും പ്രശ്നങ്ങൾ കൂടുതൽ ക്രൂഷ്യൽ ആകുകയല്ലാതെ പ്രശ്നങ്ങൾക്ക് യാതൊരു സൊല്യൂഷൻസും കിട്ടിയിരുന്നില്ല. ഇതിൽ നിന്നെല്ലാം മാറി എന്റെ ചിന്തകളെ ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രശ്നങ്ങളുടെ കാരണക്കാരി ഞാനാണ് എന്ന തിരിച്ചറിവ് വന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കേണ്ട വില, അതിന്റെ മൂല്യം അത് ഞാൻ കൊടുക്കുന്നുണ്ട്. ബട്ട് കൂടുതൽ പ്രയോറിറ്റി ഞാൻ എനിക്ക് കൊടുക്കാൻ തുടങ്ങി, എന്റെ ചിന്തകൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അമ്മായിമ്മയാകാം, മരുമകളാകാം, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഒക്കെ ആകാം. നിങ്ങളുടെ അടിമകളല്ല വേറൊരു വ്യക്തി. ആ വ്യക്തി അനുസരിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കേണ്ടതോ ആയ ആവശ്യം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒരിടത്ത് അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കളയുകയും നിങ്ങൾ നെഗറ്റീവ് എനർജിയെ വഹിക്കുന്ന ഒരു വാഹകരായി മാറുകയും ചെയ്യുന്നു. അപ്പോ ഇത്തരത്തിൽ ഒരേ ഒരു കാര്യം, ഒരൊറ്റ കാര്യമായിരിക്കാം വഴക്കിന്റെ ആസ്പെക്ട്. പക്ഷെ അതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഓർമ്മിപ്പിച്ച് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദിവസങ്ങൾ വിഷമിപ്പിക്കും, കാലങ്ങൾ വിഷമിപ്പിക്കും, വർഷങ്ങൾ വിഷമിപ്പിക്കും. 10 വർഷം മുന്നേ ഉണ്ടായ ഒരു ഇൻസിഡന്റ് പോലും നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് നിങ്ങൾ മാത്രമാണ്. അതിന് മൂന്നാമതോ രണ്ടാമതോ ഒരു വ്യക്തിക്കും സ്ഥാനമില്ല. നിങ്ങളാണ് അതിന്റെ കാരണം. കാരണം എന്താണ്? നിങ്ങൾക്ക് വിലയില്ലാത്ത ഒരിടത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ വേസ്റ്റ് ചെയ്തു, നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങൾ വേസ്റ്റ് ചെയ്തു. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ അത് കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു ഹീലിംഗ് തെറാപ്പി, ഞാൻ ഒരു ഹീലിംഗ് എടുക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും വിശദ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് ചേഞ്ചസ്, ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ റിസൾട്ട് വലിയ രീതിയിൽ അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ചിന്തകൾ മാറുന്നു. ഒരു വ്യക്തിയുടെ ചിന്തകൾ മാറുമ്പോൾ ആ വ്യക്തിക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുന്നു. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്നെ എല്ലാവരും സ്നേഹിക്കണം, ഞാൻ ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്നെ സ്നേഹിക്കുന്നില്ല,
ഞാനൊരു കാര്യം വീണ്ടും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ വിഷമിക്കുന്നതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം എന്താണ്? നിങ്ങളെ വിഷമിപ്പിക്കാൻ നിങ്ങൾ ഒരാൾക്ക് അവസരം കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങുകയും ഒരുപാട് പേര് പല വിഡ്ഢിത്തരങ്ങളും പറയുന്ന സമയത്ത് അതൊക്കെ കണ്ണും പൂട്ടി ഇരുന്ന് കേൾക്കേണ്ടി വരുന്ന അവസ്ഥയും എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ആ സമയത്ത് അത് അനിവാര്യമായിരുന്നതുകൊണ്ട് പലപ്പോഴും ഞാൻ അങ്ങനെ ഇരുന്നു. പക്ഷെ ഞാൻ എന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. 1000 പേര് പുറകിൽ നിന്ന് കുത്തി എന്നെ വേദനിപ്പിക്കുന്ന സമയത്തും എനിക്ക് എന്റേതായ ഒരു സിഗ്നേച്ചർ കൊടുക്കണം, എനിക്ക് എന്റേതായ ഒരു കുറെ കാര്യങ്ങളിൽ നിലപാടുകളുണ്ട്, അതിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യണം, അതിനുവേണ്ടി എന്നെ കൊണ്ട് എന്റെ ചിന്തകളിൽ, എന്റെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയും എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഒരുപാട് പഠിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്റെ ചിന്തകളിൽ മാറ്റം വരികയും പോകെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല, ഒരു 5 വർഷങ്ങൾ കൊണ്ടാണ് എന്നെ ആരെങ്കിലും ഒക്കെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു മൊമെന്റിലേക്ക് ഞാൻ എന്നെ മാറ്റിയെടുത്തത്. കാരണം നിങ്ങൾ സക്സസ് ആകാൻ തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങളെ കേൾക്കാൻ ആളുണ്ടാവുകയുള്ളൂ. അതിനു മുന്നേ നിങ്ങളെ കേൾക്കാൻ ആളുണ്ടാവില്ല, കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുകൾ ഉണ്ടാവൂ. നിങ്ങൾ തൊടുന്നതും ചെയ്യുന്നതും കുറ്റമാണോ മാത്രം കണ്ടെത്താനും നിങ്ങളുടെ കഴിവുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും മാത്രമേ ആൾക്കാർ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമ്മൾ മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ പേരൻസ്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പേരൻസ് ഒരിക്കലും അവരവരുടെ മക്കള് എങ്ങും എത്താതെ പോകരുതെന്ന് ആഗ്രഹിക്കില്ല. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവർ ആരാണ്, നമ്മളെ ചതിക്കുന്നവരാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിവ് തന്നെ നമ്മുടെ നെഗറ്റീവ് എനർജിയെ നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഒരു കാരണമാകും. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരല്ല, മറിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരും എന്തും എങ്ങനെയും പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളെ ഏതെല്ലാം രീതിയിൽ വിഷമിപ്പിക്കാമോ ആ എല്ലാ രീതിയിലും നിങ്ങളെ വിഷമിപ്പിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക്, നിങ്ങളുടെ കേൾവിക്ക് അവിടെ ഇടം കൊടുക്കാതിരിക്കുക. കാരണം ഇന്ന വ്യക്തി എന്നെ ഇന്നത് പറഞ്ഞു എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുമ്പോൾ ആ വ്യക്തി സന്തോഷിക്കുകയായിരിക്കും. നിങ്ങളുടെ വിഷമം, സങ്കടം, പ്രയാസം, നിങ്ങളുടെ കണ്ണീര് ഇത് മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മുന്നിലേക്ക് കുറെ നാള് ഒരു സന്യാസിയെ പോലെ പിൻവാങ്ങിയിട്ട് നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോയി നിങ്ങൾ സക്സസിന്റെ വഴിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, നിങ്ങൾ ലക്ഷ്യത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ള ബോധം വരുമ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചവര് നിങ്ങളെ ബഹുമാനിക്കുന്ന മൊമെന്റ് ആണ് അവിടെ. അത് ഞാനിപ്പോ അറിയുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു 3-3.5 വർഷക്കാലം ഞാൻ അതിനു വേണ്ടി എടുത്തു. എനിക്കത് ഞാനങ്ങ് വലിയൊരു സംഭവമാണ് അന്ന്, എങ്ങനല്ല, പക്ഷെ ആത്യന്തികമായി പരമമായ ഒരു ആനന്ദത്തെ തിരിച്ചറിയാൻ, ഞാനെന്ന തിരിച്ചറിവിലേക്ക്, ആത്മാവെന്ന ബോധത്തിലേക്ക്, ഹീലിംഗ് എന്ന സത്യത്തിലേക്ക്, ഇതിലേക്കൊക്കെ എത്തിയത് കുറെ നാള് കുറെ കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഉൾവലിയുകയും കുറെ കാര്യങ്ങളിലേക്ക് എന്റെ മനസ്സിനെ കൊണ്ടിടാതിരിക്കുകയും എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുകയും അല്ലെങ്കിൽ എന്നെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ നിന്ന് ഞാൻ അപ്രത്യക്ഷമായിക്കൊണ്ട് ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത് പരമമായ ഒരു ആനന്ദമാണ്. അവിടെ ഞാനെന്ന സത്യം അല്ലെങ്കിൽ എന്റെ ആത്മാവെന്ന ബോധത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനെന്ന സത്യത്തിലേക്കുള്ള തിരിച്ചറിവിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് സമ്പാദ്യത്തിലേക്കോ ഒരു വലിയൊരു കൊട്ടാര തുല്യമായ ഒരു വീട്ടിലേക്കോ അല്ല എന്റെ ചിന്തകളെ ഞാൻ ഫോക്കസ് ചെയ്തത്. എനിക്ക് എന്താണ് പരമമായ ആനന്ദം തരുന്നത്, ആ കാര്യത്തെ ഞാൻ എന്റെ കൂടെ കൂട്ടി. എനിക്ക് പരമമായ ആനന്ദം, ഹീലിംഗ് പരമമായ ഒരു ആനന്ദമാണ് തരുന്നത്. കാരണം അത് ആരും എങ്ങൊന്നും പറഞ്ഞു തരാതെ തന്നെ പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആയി എന്റെ കൈകളിലേക്ക് ആ എനർജിയെ സെൻസ് ചെയ്യാനുള്ള കഴിവ് കിട്ടുകയും ആ എനർജിയെ കൈക്കുള്ളിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത് പരമമായ ഒരു ആനന്ദമാണ്. ഈ എനർജിയെ യൂസ് ചെയ്തുകൊണ്ട്, ഈ പ്രാണിക് എനർജിയെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിച്ചപ്പോൾ പരമമായ ആനന്ദത്തെ ഞാൻ അറിയുന്നു. മെഡിറ്റേഷൻ എനിക്ക് അതാണ് തന്നത്, പരമമായ ആനന്ദത്തിലേക്കുള്ള എന്റെ ശ്രദ്ധ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് മനസ്സിൽ, ഹൃദയത്തിൽ നന്മയുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ നന്മയുള്ളവരായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക.
നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയുടെ ഉൽപാദകർ നിങ്ങളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുക. ചുറ്റിനുമുള്ള നെഗറ്റീവ് വാക്കുകളിൽ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടിടാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മൗനമായി ഇരുന്ന് നിങ്ങൾ യാത്ര തുടങ്ങുക. ആ യാത്രയുടനീളം നിങ്ങൾ എൻജോയ് ചെയ്യുക. കാരണം ആ യാത്രയുടെ അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ വലിയ അംഗീകാരങ്ങളാണ്. അപ്പൊ അതോടൊപ്പം യാത്ര ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലൊരു ചിന്തയുമായി തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പോസിറ്റീവ് തിങ്കേഴ്സ് എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. ഫീമെയിൽസ് ഉള്ളി, ജെന്റ്സ് ഉള്ളി 2 വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ശനി ഞായർ നൈറ്റ് 8 to 9 ലോ ഓഫ് അട്രാക്ഷന്റെ 3 ക്ലാസ്സസ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഹീലിംഗിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. പ്രാണിക് ഹീലിംഗും റേക്കി ഹീലിംഗും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഹീലിംഗിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.